അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ബീങ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കലേനെ ശരിക്കും നമ്മൾ എൻകറേജ് ചെയ്യണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. ബീങ് ആൻ ആർട്ടിസ്റ്റ്, നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്ന് ശ്രമിക്കുക. ഇതിപ്പോൾ ശരിക്കും സന്തോഷമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടുന്ന പൈസ പകുതി നിങ്ങൾ കൊടുക്കാറില്ല, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കാറുണ്ട്. മനസ്സിലായില്ല എങ്ങനെ? സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. അല്ല, ഇതിന് മറുവശം ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. അല്ല, ഇത്ര കോടി അല്ല മേഡം, ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു, അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, പ്രാക്ടിക്കലി സന്തോഷ് പണ്ഡിറ്റ് അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. സന്തോഷ് പണ്ഡിറ്റ് ഞാൻ ബിസിനസ്സാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്ത്, എവിടെയും 10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ആളുകൾക്ക് കൊടുക്കാനോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ എക്സ്ട്രീമിലാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഇതാണ് എക്സ്ട്രീം. ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു തിരുത്ത് ചോദിച്ചോട്ടെ. ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നതിന്റെ നേർപകുതി സന്തോഷ് പണ്ഡിറ്റ് നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളവർ കൊടുക്കുന്നില്ല എന്ന് എങ്ങനെ സന്തോഷ് പണ്ഡിറ്റിനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? പറ്റില്ലല്ലോ. മുഴുവൻ കൊടുക്കുന്നില്ലായിരിക്കാം, പകുതി കൊടുക്കുന്നില്ലായിരിക്കും, പക്ഷെ അവരുടെ ഒരു സഹായം എത്തുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ടാവില്ലായിരിക്കും. ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്ററാണ് സന്തോഷ് പണ്ഡിറ്റ്. വീണ്ടും പറയാം, ഉറപ്പിച്ചു പറയുന്നു, സന്തോഷ് പണ്ഡിറ്റിൻ്റെ അത്രയും an artist needs some social commitments. ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഞാൻ ഉറപ്പ് തരാം. എത്ര സ്റ്റാർസിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അവർ മറുപടി കൊടുക്കുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കലയെ കൊലയാക്കുന്നോ എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു നടൻ്റെ പേര് പറ. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നും ലാൽ സാറും മമ്മൂട്ടി സാറും നിൽക്കില്ല വേദിയിൽ. സർ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ അതൊന്നും നോക്കുന്നില്ല സർ. ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അല്ല, എന്താ അറിയോ, ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഇതിന്റെ മുന്നിലേക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഇങ്ങനെ വരും. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒന്നിനും എതിരല്ല. ആക്ച്വലി ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഒരു സത്യസന്ധമായി നമ്മൾ കലയാണ് ചെയ്യുന്നതെങ്കിൽ അത് കലയാണ് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യാം. കാരണം ഇവിടെ മുഖംമൂടിയാണുള്ളത്. മാഡത്തിന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. എൻ്റെ ഫസ്റ്റത്തെ 2015 ഇൻ്റർവ്യൂ എടുക്കുകയാണ്, ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, സന്തോഷം, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ നീ ഒരു സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞ് ലേശം ഓവറല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇയാളെങ്ങനെ സൂപ്പർ സ്റ്റാർ ആവുന്നു? അപ്പം ഞാൻ തിരിച്ചു ചോദിക്കാം, പിന്നെ ചേട്ടാ എന്താ സൂപ്പർ സ്റ്റാർ? പെട്ടു. അവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ, അപ്പം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അല്ല നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന സൂപ്പർ സ്റ്റാർ എന്താ? അല്ല ഞങ്ങളിപ്പോൾ അപ്പോൾ അവരൊരു ഡെഫിനിഷൻ തരണം. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. ദാറ്റ് ഈസ്, ഞാനിവിടെ പറയുന്നു, ഇവിടെ നല്ലൊരു ശതമാനം, ഞാൻ ഒരാളെന്നല്ല പറഞ്ഞു, ഇവിടെ നല്ലൊരു ശതമാനം ആളുകളും നടക്കുന്ന എന്താണ്, എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങളല്ലേ പറഞ്ഞ എല്ലാവരും ആർട്ടിസ്റ്റ് കമേഴ്ഷ്യൽ ഉണ്ട്. പക്ഷേ സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ കലയെ ഈ കൂടുതൽ നമ്മൾ കൊല ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇവിടെ എല്ലാവരും, ഇവിടെ അവാർഡ് സിനിമ കിട്ടിയ ആളുകൾ വരെ പക്ക ബിസിനസ്സുകാരാണ്. ഞാനത് തെളിയിക്കുന്നു. ഇവർക്ക് അങ്ങനെയല്ലെങ്കിൽ ഇവരൊരു അവാർഡ് പടെടുത്തതിന് ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് കാണിക്കും, അതിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമോ വാട്ടവർ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവിടുന്ന് ഒരു ചെറിയൊരു പൈസ കിട്ടും, ഒരു എൻട്രി ഫീ, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു, നിങ്ങൾ 100 ദിവസം പടം ഓടിക്കുന്നു, അവാർഡ് മേടിക്കുന്നു. ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി, എത്ര ആൾ പോയി? ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്, അവാർഡ് വരെ മേടിച്ചവരെന്തുകൊണ്ടാണ് ഇവിടെ പോകാത്തത്? തീർന്നില്ല. ഗോവിന്ദാപുരം കോളനി പോലത്തെ സ്ഥലങ്ങളിൽ അയിത്തം നിലനിന്ന സ്ഥലമുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വെറും ബിസിനസ്സാന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചെന്ന് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ അയിത്തം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അയിത്തവും പാവങ്ങളുടെ ദാരിദ്ര്യമൊക്കെ പറയുന്ന എത്ര ആളുകൾ പോയി? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അട്ടപ്പാടി, അവിടെ ഗർഭിണികളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം വിട്ട് ലോകം മുഴുവൻ ഇന്ത്യ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവാർഡ് മേടിക്കുന്ന എത്ര സംവിധായകർ അവിടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇതാണോ കല? ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ കുടുംബപടം എടുക്കുന്നതും ആക്ഷൻ എടുക്കുന്നതും സെക്സ് പടമായാലും എന്ത് പടം ആയിക്കോട്ടെ, കോമഡി ആയാലും എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു കാര്യത്തിന് ഇവിടെ വലിയ വലിയ അഭിപ്രായം ആരും പറഞ്ഞ് കേൾക്കാറില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, വലിയ വലിയ സംഭവങ്ങൾ
കൂടെയുള്ള ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടിട്ട് പോലും പല മഹാന്മാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയുന്നത്, ആൻ ആർട്ടിസ്റ്റ് നീഡ് സം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആവേണ്ടത്. നിങ്ങൾ പണം കൊടുക്കലോ ഒന്നുമല്ല. ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യത്തിൽ ഇതാണ് ശരി, പക്ഷെ അത് പറയില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ദേഷ്യമുള്ള കാര്യം പറഞ്ഞാൽ അടുത്ത തവണ അവാർഡ് കിട്ടില്ല. മേ ബി ഇതാണോ കലാകാരന്മാർ? ഞാൻ പറയുന്നത്, ഒരു കലാകാരനാണെങ്കിൽ എങ്ങനെ വേണം? നാക്കുകൊണ്ട് കോമിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതത്തിൽ അത് കാണിക്കണം. സന്തോഷം. ഇപ്പം ഞാൻ പറയുന്നത്, തമിഴ്നാട്ടിലെ എത്ര ആളുകൾ നമ്മളിവിടെ പ്രളയം വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു. വിജയ് അടക്കമുള്ള എത്രയോ താരങ്ങളുടെ ലോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 60 ദിവസം ഇതിലുണ്ടായിരുന്നു. അവിടെ ഒരു ഗജ ചുഴലിക്കാറ്റടിച്ചു. ഞാൻ പറയുന്നത്, ഞാൻ 14 ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്കുള്ള വരുമാനമേ ഉള്ളൂ. എൻ്റെ കഴിവിനനുസരിച്ച് 4 ജില്ലയിലൊക്കെ ഞാൻ പോയി. എൻ്റെ ചോദ്യം ഇതാണ്, അവിടുത്തെ സൂപ്പർ താരങ്ങളെല്ലാം ഇത്രയും ചെയ്തപ്പോൾ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മളെന്ത് ചെയ്തു? പക്ഷെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് എങ്ങനെ സന്തോഷം പറയാൻ പറ്റും? ഈ പറഞ്ഞ എൻ്റെ ഇതിൽ തന്നെ ഞാൻ പറയാം, ഏട്ടൻ്റെ ടീമിൽപ്പെട്ട ഈ രേവതി കലാമന്ദിർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പോകുന്നുണ്ട്. അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രളയം വന്ന എല്ലാവരെയും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ്. ഈ പറയുന്ന എൻ്റെ കുടുംബവും ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് ഞാൻ ചെയ്തു എന്ന് കാണിക്കേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മുടെ മനസ്സാണ്. നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മളെ 10 പേരെ അറിയിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനൊക്കത്തില്ല. അത് കറക്റ്റ് അല്ലേ നമ്മൾ പറയുന്നത്? മാഡം പറഞ്ഞത് ശരിയാണെങ്കിലും ഞാൻ ചെറിയൊരു ഇത് പറയുന്നു. നമ്മൾ അങ്ങനെ പോയതിന് ശേഷം എൻ്റെ അനുഭവം ഞാൻ പറയാം. പലരും എന്നെ ഫോൺ ചെയ്തിരുന്നു. കാരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ എന്തിന് അല്ല, എന്നോട് ചോദിച്ചു ആരെയാണ് സമീപിക്കേണ്ടത്. ഇപ്പം നാഗവട്ടം നമ്പർ കേരളത്തിൽ ഓക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന ആളുകളുടെ നമ്പറൊക്കെ കൊടുത്തു. അതുകൊണ്ട് മാത്രം ഒരു 8 ടീമെങ്കിലും അവർ സംഘടന കേട്ടോ, വ്യക്തികളല്ല സംഘടനകൾ പോയി. അങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മളെ ചെയ്യുന്നതിൽ അങ്ങനെ ഗുണമുണ്ട്. അതേപോലെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു 64 കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ലിസ്റ്റ് തന്നു. എനിക്ക് 8 പേരെ പറ്റൂ. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. ഞാൻ 8 പേരെ പഠിപ്പിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, സന്തോഷ് സാറെ ബാക്കിയുള്ളവരെ ഞങ്ങൾ പഠിപ്പിക്കാം. ഇത്ര 10 കുട്ടികളെ ആളുകൾ, പല ആളുകൾ, ഒരാളല്ല. അത് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടല്ലേ? അല്ല, പറഞ്ഞല്ലോ. അതെ. അപ്പം അങ്ങനെയുണ്ട്. അല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അഭിപ്രായം പറയുമ്പോൾ 10 പേര് സഹായിക്കാൻ മുന്നോട്ട് വരും. അതേപോലെ ഞാൻ പറയുമ്പോൾ സോഷ്യൽ ഇഷ്യൂസിലും നമ്മളിപ്പോൾ അവാർഡിനെ കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അത് പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് പേര് എന്തായാലും ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റൊരു ദേഷ്യം വരും. അത് ഉറപ്പായിട്ടും. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നതിലൂടെ ചിലപ്പോൾ ഞാൻ പറയുന്നു ചില ആളുകൾക്ക് ഒരു പ്രചോദനമാവും.